ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വളരെ നിർണായകമായ ദിവസമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്ത് അദ്ദേഹം നൽകിയ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഇന്ന് അവർ വിധി പറയും. തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ പശ്ചാത്തലത്തിൽ ജയിൽ മോചിതനായാൽ അത് ആം ആദ്മി പാർട്ടിക്ക് വലിയ ഊർജ്ജം നൽകുമെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ കണക്ക് കൂട്ടുന്നത്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, പറയൂ വിവരങ്ങൾ. ഇന്ന് ഡൽഹി ഹൈക്കോടതിയാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയിൽ വിധി പറയാനായിട്ട് പോകുന്നത്. ഈ ഹർജിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാദം പൂർത്തിയായിരുന്നു. ഈ വാദത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചത് തനിക്കെതിരെ പുറപ്പെടുവിച്ച സമൻസ് നിയമവിരുദ്ധമാണ് എന്നതായിരുന്നു. നിയമപരമായിട്ട് തനിക്ക് വലിയ ബാധ്യതകൾ ഉണ്ട്. ഭരണഘടന അനുസൃതമായി താൻ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് 9 തവണ സമൻസ് ലഭിച്ചിട്ടും ഹാജരായില്ല എന്ന് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ആ തിരക്കുകൾ വെച്ച് നോക്കുമ്പോൾ അത് വലിയ പ്രസക്തമാകുന്നില്ല. ഇതൊന്നും മുൻനിർത്തി മാത്രം തന്നെ അറസ്റ്റ് ചെയ്ത നടപടി അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെളിവ് തനിക്കെതിരെ ശേഖരിക്കാനായിട്ടോ അത് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാനായിട്ടോ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിട്ടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളും അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ വാദത്തിനിടയിൽ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അഭിഷേക് സിംഗ്വിയാണ് അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. ഒപ്പം അഭിഷേക് സിംഗ്വിക്ക് ഒപ്പം ഏതാണ്ട് പ്രമുഖരായിട്ടുള്ള 3 അഭിഭാഷകരും, രാജ്യത്തെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി കോടതിയിൽ വാദമുഖങ്ങൾ നിരത്തിയിരുന്നു. SV രാജു അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് ED പ്രതിനിധീകരിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരായത്. അവരും വളരെ ശക്തമായിട്ടുള്ള വാദമുഖങ്ങളാണ് ഉന്നയിച്ചത്. അരവിന്ദ് കെജ്രിവാളാണ് ഈ കേസിലെ കിങ് പിൻ എന്ന വിധത്തിലായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണങ്ങൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ സുപ്രധാനമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഈ കേസ്. ED ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് ഈ സമൻസ് അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്താണ് അരവിന്ദ് കെജ്രിവാൾ കേസ് നൽകിയിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി ആ കേസിൻ്റെ പ്രാധാന്യം അഥവാ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ആവശ്യങ്ങളുടെ പ്രാധാന്യം അത് അസാധുവായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഹർജി ഇൻഫ്രാക്ച്വസ് ആണ് എന്നൊരു വാദം കൂടി ED ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇന്ന് എടുക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന് നിർണായകമായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായിട്ടാണ് വിധിയെങ്കിൽ അത് ആം ആദ്മി പാർട്ടിക്ക് നൽകുന്ന ഊർജ്ജം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലുതായി മാറുകയും ചെയ്യും. താങ്ക് യു ആർ രാധാകൃഷ്ണൻ. എന്തായാലും കുറച്ചു നേരം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഈ വിധി എന്തെന്ന് അറിയാൻ.